ഇത്തരത്തിലുള്ള വടിവീശലുകളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ പൊതുവെ എല്ലാവർക്കും ഒരു സംശയം തോന്നും, ഈ വീശക്കം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ, ഇതുകൊണ്ട് ഒരാളിനെ അടിക്കാൻ പറ്റുമോ, സ്ട്രീറ്റ് ഫൈറ്റിൽ നമുക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നുള്ളത്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പഠിക്കുന്നത് നമുക്ക് പ്രയോഗം എന്നതിലുപരി നമ്മുടെ ശരീരവും ആയുധവും തമ്മിലുള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ആയുധവുമായിട്ട് നമ്മുടെ ശരീരം ഇണങ്ങിച്ചേരുകയാണ്. അപ്പോൾ ഈ ഒരു ആയുധം എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവേ നമ്മൾ കാണുന്ന രീതിയിൽ സ്റ്റേജ് പ്രോഗ്രാമിനോ റോഡ് ഷോയ്ക്കോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇങ്ങനെയുള്ള കറക്കങ്ങൾ, വീശങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ വീശൊക്കെ ഒരു പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇതിൽ പന്തം വെച്ച് കറക്കുന്നത്, റെഡ് വീശുക, ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ സ്റ്റേജ് പ്രോഗ്രാമിനും ആൾക്കാരെ കൈയടിയൊക്കെ നേടാനായിട്ടൊക്കെ നമുക്ക് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് വെറുതെ നമുക്ക് പുച്ഛിച്ച് ഇത് അതിനെ കൊള്ളാവൂ, ഇത് നമുക്ക് സ്ട്രീറ്റ് ഫൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സംഭവമല്ല. ഇത് നമ്മൾ വീശുമ്പോൾ നമുക്ക് ഈ വലത്തേ കൈ കൊണ്ടും ഇടത്തേ കൈ കൊണ്ടും ഒക്കെ മാറി മാറി ഇപ്പോൾ വയർ ഉള്ളതുകൊണ്ട്, ഞാൻ മൈക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് വയറും കൂടെ ഉള്ളതുകൊണ്ട് കൂടുതൽ വീശാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ വീശി കാണിക്കുന്നില്ല. അപ്പോൾ നീ തന്നെ ഇതൊന്ന് വീശിയിരുന്നാലും മതിയാവും. അതായത് ഈ മൈക്ക് കൂടെ ഉള്ളതുകൊണ്ട് വീശി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഈ വീശുന്ന സമയങ്ങളിൽ നമുക്ക് ഈ വലത്തേ കൈയും ഇടത്തേ നീ തന്നെ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു സൈഡ് ഒന്ന് വീശിക്കോ, കുഴപ്പമില്ല. ഇപ്പോൾ ചെറിയ രീതിയിൽ വീശിക്കുക ഏതെങ്കിലും. ഇത്തരത്തിലുള്ള വീശക്കൊക്കെ മതിയാവും. ഓക്കെ, ഇങ്ങനെയുള്ള വീശക്കം വീശുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വീശിക്കോ. ഈ ആൾ പിന്നിലോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നു, ഒരു വടി കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തിക്കൂടെ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ആയുധം കൊണ്ട് വന്നുകൂടെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വീശുമ്പോൾ പവർ കാണുമോ? കാരണം നമ്മൾ ഈ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പൊസിഷൻ വരും. കൈ വീശുമ്പോൾ വെറുതെ ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി, മറിഞ്ഞങ്ങ് പോയിക്കോളും. നീ ഒന്ന് ജസ്റ്റ് വീശിക്കോ. സ്ലോയിൽ വരുമ്പോൾ ഞാൻ കാണിച്ചാൽ സ്ലോയിൽ വന്നു നിർത്തിക്കോ. ഈ കൈയുടെ പൊസിഷൻ ഇതാണ്. വെറുതെ ഒരു തട്ട് തട്ടിയാൽ മതി, ആ കൈയുടെ നിന്ന് പോകും. ഇനി അടുത്ത് ഒന്നുകൂടെ ഒരു വീശകം ചെറിയ രീതിയിൽ. സ്റ്റോപ്പ്, നിർത്തിക്കോ. ഈ നിൽക്കുന്ന സമയത്ത് ഇനി അടുത്ത് ഇതാകെ വരാൻ പറ്റുന്നത് ഇങ്ങോട്ട് മാത്രമേ ഈ കൈ വരികയുള്ളൂ. അപ്പോൾ ഈ കൈ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത് ഇനി ഇത് മുകളിലോട്ട് തന്നെ പോകണം. മുകളിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ കൈയുടെ പവറിനെ മറികടന്നുകൊണ്ട് നിൻ്റെ കൈക്ക് അതുകൊണ്ട് പൊക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്ന് ജസ്റ്റ് പൊക്കി നോക്കിയേ. അതായത് ഈ വെച്ചിരിക്കുന്നുണ്ട്, പൊക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. അതായത് ഈ വീശുന്നതിനിടയിൽ നമുക്ക് പലപ്പോഴും എതിരാളിയുടേതായിട്ടുള്ള, അതായത് ഇപ്പോൾ നീ വീശിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് നിൻ്റെ ഈ വടി വീശലിനെ പ്രതിരോധിച്ചുകൊണ്ട് കൈ കൊണ്ട് തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ പലപ്പോഴും പറ്റും. വളരെ വേഗത്തിൽ വീശുമ്പോൾ ചിലപ്പോൾ പറ്റണമെന്നില്ല. വളരെ വേഗത്തിൽ വീശുമ്പോൾ 1-2 അടി എനിക്ക് കൊള്ളും. ഞാൻ 1-2 അടി കൊള്ളാൻ കണക്കാക്കി തന്നെ അങ്ങ് കയറി കഴിഞ്ഞാൽ കൊള്ളാം. കാരണം നമ്മൾ ഈ അടി കൊള്ളുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ പേടിക്കും. പക്ഷേ നമ്മൾ കളരെ സംബന്ധിച്ചോളം നമ്മളിതെല്ലാം പഠിച്ച് വാളും കത്തി ഇതെല്ലാം ഉപയോഗിച്ച് വാൾ കൊണ്ട് 2-3 ചെറിയ വെട്ടം കിട്ടി. അത് കളരിയോ നല്ല മാർഷ്യൽ ആർട്സ് പഠിക്കുന്നവർക്കറിയാം. ചെറിയ ചെറിയ മുറിവുകളും പറ്റി, അടി ഇടിയൊക്കെ കിട്ടി, ഡാമേജ് കിട്ടി, കയ്യിലും കാലൊക്കെ വച്ച് കെട്ടിക്കൊണ്ടൊക്കെയാണ് എല്ലാവരും മാർഷ്യൽ ആർട്സ് പഠിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളിൻ്റെ മുമ്പേ 2 വടി വീശി കഴിഞ്ഞാൽ ഒരു അടി കിട്ടുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ടൊന്നും ആരും പിന്മാറാനൊന്നും പോകുന്നില്ല. 2 അടി കിട്ടിക്കഴിഞ്ഞാൽ നേരെ അകത്തോട്ട് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാം. പക്ഷേ ഇതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത്, മെയിനായിട്ട് ഇതിൻ്റെ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി മുഴുവൻ സ്ട്രെച്ച് ചെയ്ത് നല്ല രീതിയിലൊരു എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള വടിവീശലുകളുണ്ട്. നമ്മളിപ്പോൾ വീശുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ വയറിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, അതായത് വയർ നമുക്ക് പ്രശ്നമാണ്, മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്, വലുതായിട്ടൊന്നും ഞാൻ വീശുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് തന്നാൽ മതി. നമ്മുടെ ഈ രീതിയിലുള്ള വീശക്കം വരുമ്പോഴത്തേക്കും നമ്മുടെ വലത്തെ കൈ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഇടത്തെ ഭാഗത്തൂടെ ഉള്ളത്, ഇതെല്ലാം വീശുമ്പോൾ നമ്മുടെ കൈയുടെ റെസ്റ്റിൻ്റെ ഭാഗം, നമ്മുടെ ഷോൾഡറിൻ്റെത് അല്ലെങ്കിൽ നമ്മുടെ ഈ കൈമുട്ടിൻ്റെ ഭാഗം, ഷോൾഡറിൻ്റെ ഭാഗം, പിന്നെ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ്, ഹിപ്പിൻ്റെത്, കാലിൻ്റെത് മുഴുവൻ നല്ല രീതിയിലൊരു എക്സസൈസ് കിട്ടുകയാണ്, വാമപ്പ് ആവുകയാണ്. ഈ രീതിയിൽ നമ്മുടെ വലത്തെ കൈ കൊണ്ടും ഇടത്തെ കൈ കൊണ്ടും വീശുക. പിന്നെ അതുകഴിഞ്ഞിട്ട് വേറെ കുറച്ച് ടൈപ്പ് വീശൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ വീശൊക്കെ വീശുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ബോഡി ഒന്ന് വാമപ്പ് ആവും, ഫുൾ ബോഡി നല്ല രീതിയിലൊന്ന് സെറ്റ് ആവും, നല്ല രീതിയിൽ എക്സസൈസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതെല്ലാം ചെയ്തു വരുമ്പോൾ നമുക്ക് ഈ വടിയുമായിട്ടുള്ള ഒരു ആത്മബന്ധം, വടിയുമായിട്ട് നമ്മുടെ ശരീരം നല്ല രീതിയിൽ ഒരു ബന്ധം സ്ഥാപിക്കും. നമുക്ക് ഏതൊരു ആയുധമായാലും എവിടെന്നെങ്കിലും കിട്ടുന്ന ഒരു ആയുധം എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ നല്ലൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെപ്പൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക പവർ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വടിയെ നമ്മുടെ ശരീരവുമായിട്ട് ഇണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വടിയുമായിട്ട് നല്ലൊരു ആത്മബന്ധം വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള പ്രയോഗങ്ങൾ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, ഒന്ന് നമുക്ക് ഈ വടിയുടേതായിട്ടുള്ള ഈ ഷോയ്ക്ക് കാണിക്കുന്നത് പോലുള്ള കറക്കം നമുക്ക് വലിയ പ്രയോജനമില്ല സ്ട്രീറ്റ് ലെവലിൽ എങ്കിൽ പോലും, അതുകൊണ്ട് നമുക്ക് ഇൻറ്റേർണലായിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട്. നമുക്കിതെല്ലാം ചെയ്തു വരുമ്പോൾ നമുക്ക് ഈ വടിയുമായിട്ടൊരു ആത്മബന്ധം വരിക, അല്ലെങ്കിൽ വടിയുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ശരീരവുമായിട്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ ചെയ്യാം. നമുക്കറിയാം, ഒരു ബൈക്ക് അല്ലെങ്കിൽ സൈക്കിൾ നമ്മൾ ആദ്യമായിട്ട് ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ നമ്മൾ സ്ഥിരം ഓടിച്ചു കഴിഞ്ഞാൽ ആ വാഹനം നമ്മളുമായിട്ട് നല്ല രീതിയിൽ ആ ഒരു രീതിയിൽ അങ്ങ് ഒരു ഒഴുക്കൻ മട്ടിൽ അങ്ങ് പോയിക്കോളും. കാറായിക്കോട്ടെ, ബൈക്കായിക്കോട്ടെ, ഏത് സംഭവമായാലും, വാഹനം എന്നല്ല എന്ത് കാര്യമായാലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വസ്തു ഉപയോഗിക്കുന്ന നമ്മളൊരു വ്യത്യാസമുണ്ട്. അതുപോലെ നമ്മുടെ ശരീരവുമായിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ വീശുന്നതിനകത്തുള്ള കാര്യങ്ങൾ തന്നെ നമുക്കത് പ്രയോഗങ്ങളായിട്ട് എടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്, നീ നിൽക്കുമ്പോൾ നീ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാമെന്നോ, ഈ പ്രയോഗം തന്നെ നമുക്ക് സിമ്പിളായിട്ട് മർമ്മങ്ങളിലേക്ക് വച്ച് പ്രയോഗം നടത്താവുന്നതാണ്. അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്, ഇന്നിപ്പോൾ അടുത്തത് ഇങ്ങനെ അടിക്കാൻ വന്നോ,
എനിക്കിതാ ഇതുകൊണ്ട് ബ്ലോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിൻ്റെ അടി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അടിച്ച് നോക്കിയോ, ഇതാ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, ഓടെ അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ സാധാരണ വടി വീശി പഠിച്ച് നമ്മുടെ ശരീരമായിട്ട് നല്ലത് വെച്ച് നമ്മുടെ ഓരോ ഓറ സർക്കിൾ പോലെ നമ്മുടെ ചുറ്റിലും ഈ വീശി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇത് നമ്മളാ വെച്ചിരിക്കുന്നു. നമ്മളൊരു പ്രായം കഴിഞ്ഞു, നമ്മൾ വയസ്സായി, നമ്മളിപ്പോൾ അപ്പൂപ്പനായി, നല്ല പ്രായമായി, നമ്മുടെ ആരോഗ്യമെല്ലാം ക്ഷയിച്ചു, പഴയതുപോലെ കിടന്ന് ചാടി മറിയാനൊന്നും പറ്റുന്നില്ല. നമ്മളിപ്പം പണ്ട് കളരി അഭ്യാസിയായിരുന്നു, പണ്ട് ഭയങ്കര സെറ്റപ്പായിരുന്നു എന്നൊക്കെ പണ്ട് കാര്യമൊന്നുമില്ല. ആരോഗ്യം ക്ഷയിച്ചു, നമുക്ക് കൈയും കാലം നേരെ പൊങ്ങുന്നില്ല, ഞാൻ ഒരുപാട് ക്ഷീണിച്ചു, ആരോഗ്യമുള്ള ഒരാൾ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ പണ്ട് പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് ഇതുപോലെ ഉണ്ടെങ്കിൽ, പണ്ട് പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ശരീരവുമായിട്ട് ഇത്രത്തോളം ഒരു ആത്മബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, വടി ഊന്നി നടക്കുന്ന പ്രായത്തിൽ പോലും നല്ല പ്രായമായ ഒരാളാണ്, വടിയും ഊന്നിയാണ് നടക്കുക, വടിയുടെ സഹായമില്ലാതെ നടക്കുന്ന ഒരാളാണെന്ന്, വടിയുടെ സഹായമില്ലാതെ നടക്കാൻ പറ്റാത്ത ഒരാളാണ്, അത്രയും ക്ഷീണിച്ചതിനായിട്ടുള്ള ഒരാളാണെന്ന് കരുതുക. ഈ വച്ചിരിക്കുകയാണ് വടി, ജസ്റ്റ് ഒന്ന് അടിക്കാൻ വരികയാണെന്ന് കരുതിക്കോ. അടിക്കാമെന്നോ? ബ്ലോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ചെറിയൊരു മൂവ്മെൻറ്റ്സ്. ഇനി ഒന്നുകൂടെ അടിക്കാമെന്നോ? ഈ കൈ ഇവിടെ വരുന്നതിന് മുമ്പ് അവിടെ വരുന്നു, അടുത്ത് അടിക്കാമെന്നോ? കുത്ത്. ഈ കുത്ത് ഇങ്ങനെയൊന്നും അല്ല യഥാർത്ഥത്തിൽ. ഈ വച്ചതിന് ശേഷം നമ്മുടെ ഹിപ്പൂടെ കൊടുത്ത്, അത് കറക്റ്റായിട്ട് മറ്റ് മാർഷൽ ആർട്സ് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം. കളരിയിലേക്കാളും എനിക്കൊന്ന് കൂടുതലായിട്ട് അത് മറ്റ് മാർഷൽ ആർട്സിനകത്ത് ആ ഹിപ്പിറിൻ്റെ റൊട്ടേഷന് പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുന്നുണ്ട്. കളരിയിലും ചെയ്യുന്നുണ്ട്, എല്ലാ കളരിയിലും അത് ചെയ്യുന്നില്ല. പല കളരികളിലും അതിനെക്കുറിച്ച് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ ആ ഹിപ്പ് റൊട്ടേഷന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കറക്റ്റ് ആ ഒരു വന്നിട്ട് നമ്മൾ ഇത് തിരിക്കുകയാണ് ചെയ്യുന്നത്, ചുമ്മാ വെറുതെ ഒരു കുത്തല്ല. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു കൈ ഇങ്ങനെ വെച്ചോ, ഇതിൻ്റെ ഫ്രണ്ടിൽ കൈ കൊണ്ട് ഈ വെച്ചിട്ട് നമ്മൾ ബോഡി കൊണ്ടൊന്ന് നിയന്ത്രിയാണ്, ഈ ബോഡി കൊണ്ടൊന്ന് നിയന്ത്രിയാണ്, ചുമ്മാ ഈ കുത്തല്ല. വ്യത്യാസം മനസ്സിലായില്ലേ? ഈ ഒരു കുത്തല്ല, ഈ ഒരു എന്തെന്നോ ഇതാണ്. അപ്പോൾ ബോഡിയുടെ പവർ പോകുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലായില്ലേ? ഇത് വെറുതെ ഈ കുത്തുമ്പോൾ ഉള്ള പവറും, അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഇത്, അതായത് ഇൻറ്റേർണൽ ഓർഗൻസിലാണ് പ്രശ്നം. ഇതെടുത്ത് വയറ്റിലോട്ടൊന്ന് വച്ചതിന് ശേഷം ഈ തിരികെ കഴിഞ്ഞാൽ അകത്തോട്ട് ഇത് തുറന്ന് കയറുന്ന പോലെ തന്നെ ചൂട് നിറങ്ങുന്നത് പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ ഈ വച്ചിരിക്കുന്നത് തന്നെ ജസ്റ്റ് ഒന്ന് അടിക്കാമെന്നോ? ഡിസ്റ്റൻസ് കീപ്പായി നേരെ അങ്ങ് വച്ചു. ഇതിപ്പോൾ വെറുതെ വെച്ചതാണ്, കറക്റ്റ് മർമ്മഭാഗങ്ങളിലേക്ക് വയ്ക്കാം. എന്നിട്ട് ആ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും ആൾ. അപ്പോൾ ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള പ്രയോഗങ്ങൾ നമുക്ക് ഈ വടിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാലുകൊണ്ടാണ് അടിക്കാൻ വന്നതെന്ന് വെച്ചോ, ചവിട്ടാൻ വന്നതെന്ന് വെച്ചോ, കാലുകൊണ്ട് ചവിട്ടിക്കോ, ഒന്നുകൂടെ ചവിട്ടിക്കോ, ഇത്രയേ ഉള്ളൂ. ഇത് എൻ്റെ നേർക്ക് ഇനി വരാൻ സാധ്യത കുറവാണ്. നമുക്ക് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവിടെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ മതി, കാലിൽ കൊള്ളൂല. ഒന്നുകൂടെ എൻ്റെ തുട ഭാഗത്തൊന്ന് ചവിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കിക്കോ. ഓക്കെ, നേരെ സ്ട്രെയിറ്റ് ചവിട്ടാൻ നോക്കിക്കോ. അടുത്ത് ഒന്നുകൂടെ അടിക്കാൻ വേണ്ടി വന്നോ. ഇത്തരം കാണിക്കുമ്പോഴേ എതിരാളി ഒന്ന് പെട്ടെന്നൊന്ന് ബ്രേക്കാവും, എന്നാലും സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ചെയ്യാം. അടുത്തടിച്ചോ, ബ്ലോക്ക് അടിച്ചോ, കുഴപ്പമില്ല. നേരത്തെ നമ്മൾ പല ക്ലാസ്സുകളിലും പഠിച്ചിട്ടുള്ള പോലെ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്കിതുപോലെ ഡൈവേർട്ട് ചെയ്ത് വിടാം. പക്ഷേ ഇതിനൊക്കെ അല്പം ആരോഗ്യം വേണം. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒട്ടും ആരോഗ്യമില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചോളമാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് അത്യാവശ്യം ആരോഗ്യം ഉണ്ടെങ്കിൽ, ഒരു പരിധി ഒരു ആരോഗ്യം ഉണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. ഒരുപാട് ടെക്നിക്കുണ്ട്, പക്ഷേ ഇതെല്ലാം ആരോഗ്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ചുകൂടെ എതിരാളിയെടുത്ത് നേരെ നിന്ന് ചുവടൊക്കെ വെച്ച് കയറാൻ പറ്റുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അത് പറയുന്നില്ല. കാരണം ഇത് അത്യാവശ്യം ആരോഗ്യം, അല്ലെങ്കിൽ എതിരാളിയുടെ മുന്നിലേക്ക് ചുവട് വെച്ച് കയറുക, അടിയെ മാറ്റാനും ചുവട് മാറാനും ആരോഗ്യമുണ്ട്, അതിനുള്ള കെൽപ്പുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരാരോഗ്യവും ഇല്ല, നമ്മൾ വയസ്സായി ക്ഷീണിതനാണ്, നമുക്ക് എണീറ്റ് നിൽക്കാൻ പോലും വടിയുടെ സഹായമില്ലാതെ പറ്റില്ല. ആ ഒരു ഘട്ടത്തിൽ പോലും വടി ഊന്നിക്കൊണ്ട് നിൽക്കുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചോളൂ. അടിച്ചിട്ടങ്ങ് കൊണ്ടുവരാം. അടുത്ത് ഒന്നുകൂടെ അടിച്ചോളൂ. ഈ കൈ നമുക്ക് ഇപ്പം മുകളിൽ കൂടെ വന്നു കഴിഞ്ഞാലും ഈ ഒരു പരിധി ഉണ്ട്, പൊക്കി അങ്ങ് അവിടെ വയ്ക്കാം. ഒന്നുകൂടെ അവിടെ നിൽക്കും, ഇല്ലെങ്കിൽ തട്ടി അങ്ങ് അപ്പുറത്തോട്ട് വയ്ക്കാം. ഓക്കെ, അടുത്തൊന്നുകൂടെ. ഇത് ബ്ലോക്ക് ചെയ്യുന്നത് പോലുള്ളത്, തിരിച്ചിതാ ഇപ്പുറത്തോട്ടുള്ള, ഇങ്ങനെയുള്ള ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. ഇനി അടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നടിച്ചോ. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചുവട് മാറുന്നതോടുകൂടി ഡിസ്റ്റൻസ് കീപ്പ് ആയിട്ടുണ്ട്. ഈ ചുവടുമാറ്റം വലിയ ചുവടുമാറ്റമൊന്നുമല്ല, പ്രായമായ ആൾക്കാർക്കും ആർക്കും ചെയ്യാം. ഒരു കാലൊന്ന് പുറകിലോട്ട് മാറ്റിയതേ ഉള്ളൂ. ഈ അടി എൻ്റെ നേർക്ക് വരില്ല, ചുമ്മാ ഒന്ന് കൈ ഡിസ്റ്റൻസ് അതൊന്നും തീരെ എത്താതെ വന്ന അതേ പൊസിഷൻ നോക്കിയാൽ മതി, കൂടുതൽ പോവില്ല. അതേ സ്ഥാനത്ത് ഞാൻ ഈ നിൽക്കുന്നത് നേരെ കൈ അവിടെ അങ്ങ് എത്തിക്കുകയും ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഏൽപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വടിയെന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെറുതെ കറക്കി വെച്ചിരിക്കുന്ന സാധനമല്ല. ഈ കറക്കത്തിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളുണ്ട്. ഈ വച്ചിരിക്കുന്ന കറക്കത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും കറക്കി പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നാണ് ഇത്. ഇപ്പോൾ ഈ രീതിയിലുള്ള കറക്കലുകളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ചെയ്യാനും കൂടെ മൈൻഡിൽ പെട്ടെന്ന് അത് ഓടി വരും.
നമ്മൾ പെട്ടെന്ന് ഒരാൾ കുത്താൻ വരുമ്പോഴത്തേക്കും അടിക്കാൻ വേണ്ടി വരുമ്പോൾ ഇങ്ങനെ കുത്തുക എന്ന് പഠിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളിതായി ഈ കറക്കൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നതും ഇതിനൊക്കെ ഒരുപാട് ഉപകരിക്കുന്നതാണ്.